നിങ്ങൾക്ക് കായലിലെ ഏറ്റവും നല്ല മീൻ ഏതാണെന്ന് അറിയാവാ? ഏതാണല്ലേ കായലിലെ ഏറ്റവും നല്ല മീൻ? കായലിലെ ഏറ്റവും നല്ല മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് തിരുത. അങ്ങ് ഡൽഹിയിൽ വരെ പിടിയുള്ള മീനാണ് തിരുത. അപ്പോൾ ഇന്ന് തിരുതേനെ ഇവിടെ അലൻ്റെ അടുത്ത് കുറച്ച് തിരുതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ കൊതിയും പിടിച്ച് വന്നേക്കാനാണ് തിരുത കഴിക്കല്ലെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതിനകത്താണ് തിരുതയുള്ളത്. അപ്പോൾ തിരുതേനെ അങ്ങനെ വെറുതെ വീശി പിടിക്കാനൊന്നും പറ്റിയില്ല. തിരുത വീശാൻ വേണ്ടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ വലയൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ എന്തൊരു അറിയാവാ, അല്ലെങ്കിൽ എന്ത് പറ്റും ശരിക്കും നീ തന്നെ പറഞ്ഞു കൊടുക്കുക. പൊളിച്ചു, ഇത് വല കീറി എല്ലാം പുറത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലക്ക് നല്ല സ്ട്രെങ്തുള്ള അതും പുതിയ വല, തിരുതേനെ വീശാൻ വേണ്ടി ചെയിനൊക്കെ ഇട്ടുള്ള വലയൊക്കെ മേടിച്ചിട്ട് വന്നേക്കനെയാണ് ഏട്ടാ. കണമ്പുണ്ട്, കരിമീൻ, കണമ്പ്, കരിമീൻ, തിരുത, ചെമ്മീൻ കെട്ടാണ് മെയിനായിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇട ഇതിലാണ് അല്ലേ കുറ്റിഭൂമി. അങ്ങനെ ഇടവേളയായിട്ട് ഇടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ടേക്കണത്. മെയിൻ ചെമ്മീൻ. നീ റൈറ്റ് ഹാൻഡ് ആണല്ലേ? ഞാനും റൈറ്റ് ഹാൻഡാ, അല്ലെങ്കിൽ വീശാൻ പറ്റില്ല. കൊടുത്തോ, നീ മതി വീശിക്കോ. തിരുത അങ്ങനെ കിട്ടാണ്ടെന്ന് ഇരിക്കല്ല. ശരിക്കും വെള്ളം എനിക്ക് ഏറി വരുന്ന സമയമാണേ. വേണ്ട കൊടുത്തു, സംഗതി സെറ്റാ. ഇച്ചിരി വെയിലൊക്കെ കൂടി ഉണ്ടാച്ചെങ്കിൽ നല്ല രീതിയിൽ കൊള്ളാം. വല ആദ്യത്തെ വീശാണ് അതിൻ്റെ. ഈ വലയുടെ ആദ്യത്തെ വലയാണ്. ഓ എന്തൊക്കെയോ ഉടക്കിയിട്ടുണ്ടേ. ഈ വലയുടെ ഉദ്ഘാടനം പറഞ്ഞു കേട്ടാ. അത് നല്ല അന്തസ്സായിട്ട് ഉദ്ഘാടനം നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മീനുണ്ടാ? അല്ല പിന്നെ അത് തെള്ളിയാണല്ലേ ചാടുന്ന? തെള്ളി ചെമ്മീൻ കുറേ ചാടുന്നുണ്ട്. ഓ ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഹോളായിട്ടുണ്ട്, ഒരു ഹോള് വന്നിട്ടുണ്ടേ. അത് പൂവിനാണ്. ആ എടാ കുറ്റിപ്പൂവിനാടാ, തിരുതല്ല കേട്ടാ വന്നേക്കണം സാറേ. ഓ തിരുത, തിരുതല്ല ഇവൻ ചിരുതയാണ്. തിരുത്തി മോനെ. എടാ ഈ പൂവിനി സൈസിൽ എടുക്കണുണ്ടോ? അവനെ കുഴപ്പമില്ല. ഇതേ കണ്ട കണ്ട, ഇതിനെയാണ് നമ്മൾ വീശാൻ വന്നത് കേട്ടോ. പൂവിന് അത്രത്തോളം സൈസ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ ചിരുതല്ല തിരുത. അവനങ്ങ് സെറ്റായിട്ടുണ്ട്. വലയുടെ ഉച്ചാടനം എന്തായാലും കലക്കിയിട്ടുണ്ട്. സെറ്റ് അവനെ കളയല്ലേ, അങ്ങനെ നീക്കിയിട്. അതിനെടുത്തിട്ട് കണമ്പിനെ വിടാനുള്ളല്ലേടാ. ഈ കണമ്പിനെയൊക്കെ തിരിച്ചിട്ടേക്കാം. ഓ നല്ല പവർഫുൾ ആണ് കേട്ടോ. ഈ തിരുതയുടെയും ഈ മീനുകളുടെ ഒരു പ്രത്യേകത എന്നറിയാവാ, ഇവ ഇച്ചിരി സമയത്ത് ഭയങ്കര എനർജി ആയിരിക്കും. പിന്നെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ആ ഉള്ള ഇത്തിരി നേരം ചിലപ്പോൾ 1 മിനിറ്റോ 1.5 മിനിറ്റോ നമ്മളെ ശരിക്കും വിഷമിപ്പിച്ചോളേ. അത് ഈ തിരുത അതുപോലെ കുറ്റിപ്പൂമിനും അതുപോലെ. ഇല്ല ഞാൻ അടച്ചു വെച്ചേക്കണേ. അവനെ അടിപ്പിക്കല, ഞാൻ പിടിക്കും. ഒരു ഹോള് വലക്ക് വീണിട്ടുണ്ട് എവിടെയായാലും. അതെ, അതാണ് ഈ വല. ഇതിൻ്റെ ഒരു ഇത് നല്ല സ്ട്രെങ്തുള്ള വല അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും. കുറ്റിപ്പൂമീൻ നോക്ക്, വലയുടെ അവസ്ഥ നോക്കിയേ. അടിച്ച് പിരിച്ച് തിരിച്ചിട്ടേ. അതിന് ചെറുതല്ലേ ഇത്? വേണ്ട, വല കുടയണ സമയപ്പോൾ തന്നെ ഒരുവിധപ്പെട്ടവന്മാരുടെ ആ ശക്തിയൊക്കെ തീർന്ന് 1 മിനിറ്റ് 1.5 മിനിറ്റ് അതുകൊണ്ടിട്ട് 1.5 മിനിറ്റ് നമ്മൾ ശരിക്കും വിഷമിപ്പിച്ചു കളയാം. അത് പറഞ്ഞപ്പോഴേക്കും അലണ ഒരെണ്ണം പുറത്തെടുത്ത് ഒരു വല വീശിയിട്ടുണ്ട്. ഇവിടെ വല്ലതും കിട്ടാറുണ്ടോ ഇവിടെ നിന്ന്? ഇപ്പോൾ ഒന്നുമില്ല ആണല്ലേ. വല ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി. ഇത് ശരിക്കും ഒരു കായലെന്ന് വേണേൽ പറയാവേ. ഈ കാണുന്നത് ഇതിലേ കൂടിയാണ്. അപ്പുറത്ത് കാണുന്നത് ഒരു ചെമ്മീൻ കെട്ടാണ്, വലിയ ചെമ്മീൻ കെട്ടാണ്.
ഈ കാണുന്നത് ഒരു കായലാണ്. ഇതിൽ നിന്നൊക്കെയാണ് ഈ നമ്മുടെ ചെമ്മീൻ കെട്ടിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ വരണത്. നാരനുണ്ടല്ലോ. ഞങ്ങൾ വീണ്ടും വല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ വല വീശാൻ പോണെയാണ്. ഇത്തവണ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അല്ലേ അല്ലേ? പെട്ടെന്ന് തന്നെ വീശാൻ പോണല്ല. അവന്മാർക്ക് വരാനൊരു സമയം വേണം. എത്ര മുഴത്തിൻ്റെ ആണോ അല്ലേ ഇത്? 7.5 മുഴം അല്ലേ? ഈ കണ്ടല്ലോ, ഒരു ഹോൾ ഓൾറെഡി ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. പുതിയ വലയാണ്. ഇനി അതേപോലെ ഇതിനകത്തോട്ട് വീശും തോറും പുതിയ പുതിയ ഹോളുകൾ ഇവന്മാർ ഉണ്ടാക്കും. കാര്യം ശരിയാണ്, ചെറിയ മീനൊക്കെയാണ്. പക്ഷെ ഒട്ടുക്കത്തെ പവറാണ് ഇവന്മാർക്ക്. ഇതിന് വേണ്ട പവർ എവിടെ നിന്ന് വന്നെന്ന് ആലോചിക്കണം. നമ്മളൊന്നും ഇടിച്ചാൽ പോലും ഈ വല കീറിയല്ലോ സംഭവം. ആ എവിടെയെങ്കിലും കൊടുത്തോ. സാധനം മാറി നിൽക്കണം, മീനുകൾ മാറി നിൽക്കണേ. അതുകൊണ്ട് രണ്ടാമത്തെ വലയിലൊന്നും ഇല്ല, ചെമ്മീൻ മാത്രമേ ഉള്ളൂ. മേലില്ലേ? 1.5 കിലോ ഒരു തൂക്കി കാണിച്ചു തരാം. ഇവന് 1.5 കിലോ പറ്റുള്ള തിരുതയാണ്. ഇവനാണ് നമ്മുടെ ഇവിടെ തിരുതയെന്ന് പറയുന്നത്. കായൽ മീനുകളിൽ ഏറ്റവും രുചിയുള്ള മീനാണ് കേട്ടോ ഇത്. ഇതിന് ചില സ്ഥലങ്ങളിൽ മാലാന്നൊക്കെ പറയുമെന്ന് പറയണം, എനിക്കറിയാൻ പാടില്ല. ഇംഗ്ലീഷിൽ ഇവൻ്റെ പേര് ഫ്ലാറ്റ് ഹെഡ് ഗ്രേ മുള്ളറ്റ് എന്നാണ്. നമ്മുടെ കണമ്പുമായിട്ട് കുറച്ച് വ്യത്യാസമൊക്കെയുള്ള മീനാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇതിന് ഭയങ്കര ഡിമാൻഡുള്ള മീനാണ്. പക്ഷേ ഈ മീനിന് ഇപ്പോൾ കിലോയ്ക്ക് എനിക്ക് തോന്നണത് ഒരു 600-700 രൂപയൊക്കെ റേഞ്ചില്ലേ കിലോയ്ക്ക്. അപ്പം പക്ഷേ ഈ മീനെ തന്നെ നമ്മുടെ ഇവിടെ പല കടകളിലും വെറും 300 രൂപ വരെ കിലോയ്ക്ക് കിട്ടും. പക്ഷേ ഈ രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഒന്ന് നമ്മുടെ ഇവിടെ തന്നെയുള്ള നല്ല ടേസ്റ്റുള്ള മീൻ, മറ്റേത് ഇത് തന്നെ പേരായിരിക്കും ഫ്ലാറ്റ് ഹെഡ് ഗ്രേ മുള്ളറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ വിലയും കുറവായിരിക്കും, ടേസ്റ്റിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകും. എന്ന് വെച്ചാൽ അത് ആന്ധ്ര എന്നൊക്കെ വന്ന മീനാണ്. അതുകൊണ്ട് ഇനി ആന്ധ്രയിലെ മീനെ കളിയാക്കണമല്ല, പക്ഷേ ടേസ്റ്റിൽ കാര്യമായ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി വെച്ച് കഴിച്ചാൽ എൻ്റെ മോനെ സീനാണ്, സീൻ. അമ്മാതിരി ടേസ്റ്റുള്ള സാധനമാണ്. അതേ നോക്ക് കണ്ടേ. അപ്പോൾ നമ്മൾ ഈ മീനെ നമ്മൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടേ. ഇനി ഇവനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, നല്ല പാല് കറിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പാല് കറി വെച്ചിട്ട് കഴിക്കണം ഇവനെ. ടാറ്റാ.